الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അഖില പ്രപഞ്ചത്തിന്റെയും അധിപനായ അള്ളാഹുവിന്റെ കൽപ്പന നിരോധനങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമേ എന്നും അനുസരിക്കണമേ എന്നും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാനും സന്തോഷത്തോടുകൂടി നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുമുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ മനുഷ്യത്വത്തിന്റെ പരിപൂർണതക്ക് അവതരിപ്പിച്ചു. പരിശുദ്ധമായ ദീൻ, മനുഷ്യൻ പൂർണ്ണനാകുന്നത്, മനുഷ്യത്വം പൂർണ്ണമാകുന്നത് അത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമോട് കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കാലഘട്ടത്തിലാണോ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്, ആ കാലഘട്ടത്തിൽ മനുഷ്യൻ കേവലം തിന്നും കുടിച്ചും അവന്റെ ഇച്ഛകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന കേവല മൃഗമായിരുന്നു. അവനെ നയിക്കാൻ ആളുകളില്ല. അവൻ ഇച്ഛിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്നും അവനെ തിരുത്താൻ ആളുകളില്ല. തീർത്തും മൃഗീയമായ രൂപത്തിൽ മനുഷ്യൻ അവന്റെ ജീവിതം കഴിച്ചുകൂട്ടുന്ന കാലഘട്ടത്തിലേക്കാണ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത്. ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണത്. ജാഹിലിയത്ത് എന്ന അറബിയിൽ നമ്മൾ പ്രയോഗിക്കുന്ന ഇരുണ്ട യുഗം, തിന്മകൾ മാത്രം കൊടികുത്തി വാണ കാലം, നന്മകൾ ചിന്തിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത കാലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കളിൽ ചിലർ മക്കയിൽ നിന്നും ശത്രുക്കളുടെ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ അബിസീനിയയിലേക്ക് യാത്ര പോയി, എത്യോപ്യയിലേക്ക് യാത്ര പോയി, ഹിജ്റ പോയി. ഏകദേശം മക്കയിൽ നിന്നും 2000 കിലോമീറ്റർ അകലെയുള്ള അബിസീനിയ, ചെങ്കടലും കടന്ന് ആ കാലഘട്ടത്തിൽ അബിസീനിയ ഭരിച്ചിരുന്ന നജാശി രാജാവിന്റെ അടുക്കൽ നമുക്ക് താമസിക്കാനും ജീവിക്കാനും സമാധാനപരമായി കഴിയാൻ ഒരു ഇടം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സഹാബാക്കൾ ജഅഫർ ബിൻ അബീ ത്വാലിബിന്റെ നേതൃത്വത്തിൽ അന്ന് എത്യോപ്യയിലെത്തിയത്. നജാശി രാജാവിന്റെ കീഴിൽ അവരെത്തി. അവർക്ക് സൗകര്യമൊരുക്കി നജാശി രാജാവ്. ഈ പോയ സഹാബാക്കൾക്ക് പിറകെ ഖുറൈശികൾ അംർ ബിൻ ആസിനെയും അബ്ദുല്ലാഹ് ബിൻ അബീ റബീഅയെയും അയച്ചു. ചിലർ മക്കയിൽ നിന്നും എത്യോപ്യയിലേക്ക്, നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്, അവരെ തിരികെ മക്കയിലേക്ക് പറഞ്ഞയക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മക്കയിൽ നിന്നും ഖുറൈശികൾ വിലമതിക്കുന്ന ഒരുപാട് സമ്മാനങ്ങളുമായിട്ടാണ് അംർ ബിൻ ആസിനെ എത്യോപ്യയിലേക്ക് പറഞ്ഞയക്കുന്നത്. നജാശി രാജാവിന്റെ മുമ്പിൽ കാണിക്ക വെക്കാൻ, സമ്മാനം സമർപ്പിക്കാൻ. എന്നിട്ട് ആവശ്യം പറയാൻ. എന്താണ് ആവശ്യം? മക്കയിൽ നിന്നും മുഹമ്മദ് ആകുന്ന ഒരു പ്രവാചകത്വം വാദിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയെ അനുസരിച്ചുകൊണ്ട് ചില അനുചരന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളടുക്കൽ നിങ്ങളുടെ സൗകര്യം പുൽകാനും നിങ്ങളുടെ അടുക്കൽ ജീവിക്കാനും ഇവിടെ സമാധാനപരമായിട്ട് കഴിയാനും അവിടുന്ന് നാട് വിട്ട് വന്നവരാണ് അവരിവിടെയുണ്ട്. അവരെ തിരിച്ച് മക്കയിലേക്ക് അയക്കണം. അവരെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കരുത്. ഇതാണ് ഖുറൈശികളുടെ ആവശ്യം. അംർ ബിൻ ആസ് വളരെ കുതന്ത്രമുള്ള ഒരു മനുഷ്യനാണ്. വളരെ തന്ത്രപരമായിട്ട് കാര്യങ്ങൾ മെനയാനും സംസാരിക്കാനും ഖുറൈശികൾക്കിടയിൽ സാമർഥ്യമുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഖുറൈശികൾ അംർ ബിൻ ആസിനെയാണ് അതിനുവേണ്ടി തെരഞ്ഞെടുത്തത്. നജാശി രാജാവിന്റെ മുമ്പിൽ സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് അംർ ബിൻ ആസ് കാര്യങ്ങൾ വിശദീകരിച്ചു. ഇവരെ പറഞ്ഞയക്കണം മക്കയിലേക്ക്. ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് സംസാരിക്കാൻ ഗ്യാപ്പ് നൽകാതെ, അവസരം നൽകാതെ അംർ ബിൻ ആസ് അവരുടെ വായ്ക്കസർത്ത് കൊണ്ട് കണ്ട ആവശ്യങ്ങൾ നേടാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ നജാശി രാജാവ് ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൂടി കേൾക്കാൻ ഒരുങ്ങി. കേൾക്കണം, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അംർ ബിൻ ആസ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. നിങ്ങളൊരു പുതിയ മതവുമായിട്ട്. അംർ ബിൻ ആസ് പറഞ്ഞു, രാജാവേ, നിങ്ങൾ നിങ്ങളുടെ മതത്തെയോ നമ്മളുടെ മതത്തെയോ അംഗീകരിക്കാത്ത പുതിയ ഒരു മതവുമായിട്ടാണ് ഇവർ ഇറങ്ങിയിട്ടുള്ളത്. നമ്മളെയും ഇവർ അവഹേളിക്കുന്നുണ്ട്, അതുപോലെ നിങ്ങളെയും ഇവർ പരിഹസിക്കുന്നുണ്ട്. നിങ്ങളുടെ മതത്തിന്റെ വിശ്വാസങ്ങൾ ഇവർ അംഗീകരിക്കുന്നില്ല, അതുപോലെ നമ്മളെയും ഇവർ അംഗീകരിക്കുന്നില്ല. പുതിയ ഒരു മതവുമായിട്ടാണ് മുഹമ്മദും ടീമും വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവരിവിടുന്ന് പുറത്താക്കണം, ഇവരെ പറഞ്ഞയക്കണം. നജാശി രാജാവ് ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ക്ഷണിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആ സദസ്സിൽ നിന്നും ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് സംസാരിക്കുന്നുണ്ട്. രാജാവേ, അയ്യുഹൽ മലിക്, ഞങ്ങൾ വളരെ മോശമായി ജീവിച്ച ഒരു സമൂഹമായിരുന്നു. വളരെ മ്ലേച്ഛമായി ജീവിച്ചൊരു സമൂഹമായിരുന്നു ഞങ്ങൾ. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു ഞങ്ങൾ. കല്ലുകളെയും മരങ്ങളെയും പൂജിച്ച ഒരു സമൂഹമായിരുന്നു ഞങ്ങൾ. കുടുംബ ബന്ധത്തെ ശിഥിലമാക്കിയിരുന്നു ഞങ്ങൾ. പരസ്പരം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പോരടിച്ച് രക്തം ചീന്തിയവരായിരുന്നു ഞങ്ങൾ. പാവപ്പെട്ട യതീം മക്കളുടെ സമ്പത്തിന് വില നൽകിയിരുന്നില്ല ഞങ്ങൾ. അയൽവാസികളെ ഞങ്ങൾ പരിഗണിച്ചിരുന്നില്ല.
സ്ത്രീകളെ ഞങ്ങൾ അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തിക്കൊണ്ട് നാം മോശമാക്കുമായിരുന്നു. അവരെന്റെ സമ്പത്തിന് വില നൽകാതെ അത് കൊള്ളയടിക്കുമായിരുന്നു. ഞങ്ങൾ സ്നേഹിക്കാൻ അറിയാത്ത, എങ്ങനെ ജീവിക്കണമെന്നറിയാത്ത പരുക്കന്മാരായിട്ട് ജീവിച്ച ഞങ്ങളുടെ ഇടയിലേക്കാണ് മുഹമ്മദ് കടന്നു വന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്ന് നമ്മെ പഠിപ്പിച്ചത്, രാജാവേ, നിങ്ങൾക്ക് ഏകനായൊരു ദൈവമുണ്ട് എന്നാണ്. കല്ലുകളെയും മരങ്ങളെയും പൂജിച്ചുകൊണ്ടിരുന്ന നമുക്കിടയിൽ ഏകനായ ശക്തനായ ഏകദൈവ വിശ്വാസത്തെ പഠിപ്പിച്ചു മുഹമ്മദ്. അയൽവാസികളെ ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുകയും ചെയ്ത നമുക്കിടയിൽ കുടുംബ ബന്ധത്തെ കൂട്ടിച്ചേർക്കാൻ പഠിപ്പിച്ചു മുഹമ്മദ്. രാജാവിന്റെ മുന്നിൽ ആ സർവ പ്രജകളെയും സാക്ഷി നിർത്തിക്കൊണ്ട് ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ പ്രസംഗം ചരിത്ര പ്രസിദ്ധമാണ്. അന്ന് നജ്ജാശി രാജാവിന്റെ സദസ്സിനെ കോരിത്തെരിപ്പിച്ചുകൊണ്ട് തുടർന്നു ജഅഫർ ഇബ്നു അബീ ത്വാലിബ്, രാജാവേ, സ്ത്രീകളെ അപമാനിച്ചിരുന്ന ഞങ്ങൾക്ക് സ്ത്രീകളുടെ മൂല്യം പഠിപ്പിച്ചു മുഹമ്മദ്. അവരുടെ സമ്പത്തിനെ കൊള്ളയടിച്ച് സ്വന്തം സമ്പത്തായി കണ്ട് അവന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തി അവനെ മോശമാക്കിയ ഞങ്ങൾക്ക് അവന്റെ സമ്പത്തിന് വിലയുണ്ട്, അത് അവന്റെ അവകാശമാണെന്ന് നമ്മെ പഠിപ്പിച്ചു മുഹമ്മദ്. അയൽവാസിയെ ബഹുമാനിക്കാൻ നമ്മെ പഠിപ്പിച്ചു മുഹമ്മദ്. കുടുംബബന്ധം ചേർക്കാൻ നമ്മെ പഠിപ്പിച്ചു മുഹമ്മദ്. ശവങ്ങളെ ഞങ്ങൾ തിന്നുമായിരുന്നു, ചത്തുപോയ മൃഗങ്ങളെ ഞങ്ങൾ തിന്നുമായിരുന്നു, ശവത്തെ തിന്നുമായിരുന്നു ഞങ്ങൾ. നമ്മളോട് ശുദ്ധത പഠിപ്പിച്ചു മുഹമ്മദ്. നിങ്ങൾ ചത്തതിനെ ഭക്ഷിക്കരുത്, അറുത്തതിനെ മാത്രമേ ഭക്ഷിക്കാവൂ എന്ന് നമ്മളെ പഠിപ്പിച്ചു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മുഹമ്മദിനെ ഞങ്ങൾ അംഗീകരിച്ചു രാജാവേ. ഈ മുഹമ്മദിനെയാണ് ഞങ്ങൾ അംഗീകരിച്ചത്. ഇതാണ് മുഹമ്മദിന്റെ മതം. ഈ മതത്തെയാണ് ഞങ്ങൾ അംഗീകരിച്ചത്. അതല്ലാതെ ഈ മനുഷ്യൻ നിങ്ങൾക്ക് മുമ്പിൽ ആചാരമായ ഏതോ പ്രാകൃതമായ ഏതോ നീചമായ സംസ്കാരത്തെയല്ല. ഞങ്ങൾ ഇതുവരെ ജീർണിച്ച്, ഇതുവരെ ഞങ്ങൾ ജീവിച്ച മനുഷ്യത്വമില്ലാത്ത ജീർണിച്ച മ്ലേച്ഛമായ ഒരു ജീവിതം നയിച്ച നമ്മളെ ഏറ്റവും നല്ല ജീവിതം നമുക്ക് പഠിപ്പിച്ചു തന്ന, ഏറ്റവും നല്ല മനുഷ്യനാക്കി നമ്മെ ഉയർത്തിയ ആ മുഹമ്മദിന്റെ മതത്തെയാണ് ഞങ്ങൾ അംഗീകരിച്ചത്. അതിൻ്റെ ഇടയിൽ ഈ സദസ്സ് മുഴുവനും കോരിച്ചരിച്ച് ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ ഈ സംസാരം കേൾക്കുന്നതിനിടയിൽ അംർ ഇബ്നു ആസ് അടുത്ത തന്ത്രം മിനഞ്ഞു. രാജാവേ, നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ യേശുവിനെ, നിങ്ങളുടെ ഈസാ നബിയെ ഇവർ അവഹേളിക്കുന്നുണ്ട്, ഇവർ പരിഹസിക്കുന്നുണ്ട്. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സംസാരത്തെ മുറിച്ച് അംർ ഇബ്നു ആസ് അതിന്റെ ഇടയിൽ കൂട്ടിച്ചേർത്തു. രാജാവേ, നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവത്തെ ഈസാ നബിയെ പരിഹസിക്കുന്നുണ്ട്. ഉടനെ തന്നെ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മറിയം പാരായണം ചെയ്യാൻ ആരംഭിച്ചു. കാഫ് ഹാ യാ ഐൻ സാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സകരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. അങ്ങനെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മറിയമിന്റെ ആയത്തുകൾ ഓതി പരിശുദ്ധമായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും മകൻ ഉമ്മ മറിയമിന്റെയും ആയത്തുകളിലൂടെ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് കടന്നുപോയപ്പോൾ ആ സദസ്സ് പിന്നീട് കണ്ടത് നജ്ജാശി രാജാവിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരിറ്റിറ്റ് വീഴുന്നതായിരുന്നു. നജ്ജാശി രാജാവ് പ്രഖ്യാപിച്ചു, അംർ ഇബ്നു ആസിനോട് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്ന സമ്മാനവുമായിട്ട് നിങ്ങൾ തിരിച്ചു പോവുക, നിങ്ങൾ കൊണ്ടുവന്ന പാരിതോഷികവുമായിട്ട് നിങ്ങൾ തിരിച്ചു പോവുക. മുഹമ്മദിന്റെ അനുയായികൾക്ക് എല്ലാ സൗകര്യവും ഏർപ്പെടുത്താൻ ഞാൻ ഇതാ പ്രഖ്യാപിക്കുന്നു എന്ന് നജ്ജാശി രാജാവ് പ്രഖ്യാപിക്കുകയാണ്. പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു ആ രാജാവ്. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനെ മനുഷ്യനാക്കുകയായിരുന്നു. ജസീറത്തുൽ അറബിന്റെ മണൽത്തരികൾ ഓരോന്നും ആ പ്രവാചകന്റെ നവോത്ഥാനത്തെ വിളിച്ചു പറഞ്ഞു. പെണ്ണിനെ കേവലം ചരക്കായി കണ്ട് വസ്തുവായി ഉപയോഗിക്കുന്ന വസ്തുവായിട്ട് കണ്ട ആ കാലഘട്ടം,
ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന്റെ ജന്മം അത് പെണ്ണാണെങ്കിൽ അത് എനിക്ക് അപമാനമാണെന്ന് വിശ്വസിച്ച് അതിനെ കുഴിച്ചു മൂടിയ ഒരു കാലഘട്ടം. അവരെന്റെ സമ്പത്തിനെ കൊള്ളയടിച്ച് പാവപ്പെട്ടവന്റെ കയ്യൂക്കില്ലാത്തവനെ അടിച്ചമർത്തി ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് ഏറ്റവും നല്ല മനുഷ്യത്വം പഠിപ്പിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകം വാഴ്ത്തിയ പ്രവാചകനെ. ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു കുരിശിൽ തറച്ച് ഘോഷിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അബൂ സുഫിയാൻ ചോദിക്കുന്നുണ്ട്, ഖുബൈബേ, നീ മുഹമ്മദ് കൊണ്ടെന്ന മതത്തെ അംഗീകരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ അംഗീകരിച്ച ലാത്തയെയും ഉസ്സയെയും നിങ്ങൾ ഒഴിവാക്കുകയും അല്ലാഹു മാത്രമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഞാൻ ഒരു കാര്യം നിന്നോട് ആവശ്യപ്പെടാം, ഒരൊറ്റ കാര്യം. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കെട്ടിയിട്ട് തറച്ച് ഘോഷിക്കുന്ന സമയത്ത് അബൂ സുഫിയാൻ ചോദിക്കുന്നുണ്ട്, ഖുബൈബേ, നീ നിൽക്കുന്ന ഈ സ്ഥാനത്ത് നിന്റെ മുഹമ്മദ് ആണെന്ന് നീ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി, നിന്നെ ഇവിടുന്ന് കഴിച്ചുവിടാം, നിന്നെ സ്വതന്ത്രനാക്കാം. ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ സുഫിയാൻ, ഞാൻ എന്റെ വീട്ടിലിരിക്കെ എന്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് ഈ ഖുബൈബ് സഹിക്കില്ല, അംഗീകരിക്കില്ല എന്ന് പറഞ്ഞപ്പോ അബൂ സുഫിയാൻ പറഞ്ഞ വാക്കുകൾ അത് ലോകം ഇന്നും ഓർക്കുന്നു. അബൂ സുഫിയാൻ പറഞ്ഞു, മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദാ. ലോകത്തൊരാളെയും ഞാൻ കണ്ടിട്ടില്ല ഒരുത്തനെ സ്നേഹിക്കുന്നത് മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെയെന്ന്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ സഹാബാക്കൾ സ്നേഹിച്ചു. കാരണം അവർക്കറിയാം, മ്ലേച്ഛതയിൽ നിന്ന് നമ്മെ മനുഷ്യത്വത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു സ്വന്തം ഒറ്റക്കിരുന്ന് സംസാരിക്കുമായിരുന്നു. ഉമറെ, നീ ആരായിരുന്നു ഉമർ? നീ എന്തായിരുന്നു ഉമർ? നിന്റെ സ്വഭാവം എന്തായിരുന്നു ഉമർ? നീ എങ്ങനെ ജീവിച്ചവനാണ് ഉമർ? നീ ഇന്ന് എവിടെയാണ് ഉമർ എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു സ്വന്തത്തോട് സംസാരിക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. അതെ, ആ കാലഘട്ടത്തിൽ എല്ലാവരെയും വിറപ്പിച്ച് വിളയാടിയ ഉമർ റളിയല്ലാഹു തആല അൻഹു ലോകം വാഴ്ത്തുന്ന ഉത്തമനായ ഭരണാധികാരി എന്ന് അമുസ്ലിമീങ്ങൾ പോലും ശത്രുക്കൾ പോലും പറയത്തക്ക രൂപത്തിൽ ഏറ്റവും ഉത്തമനായ നീതിമാനായ ഭരണാധികാരി ആക്കിമാക്കിയത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ. പക്ഷേ നമ്മൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേവലം നാവ് കൊണ്ട് മദ്ഹ് പറയുകയും കേവലം വാക്കുകളിൽ അംഗീകരിക്കുകയും ചെയ്തു. ഒരു കാലഘട്ടത്തിൽ ആ പ്രവാചകൻ വൻകരകളെ മാറ്റിമറിച്ചു. ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിക്കുകയും ഈസ അലൈഹിസ്സലാമിന്റെ പേരിൽ ഉണ്ടാക്കിയ മതത്തിൽ, ക്രൈസ്തവ മതത്തിൽ വിശ്വസിക്കുകയും ആ ആശയങ്ങൾ അംഗീകരിക്കുകയും ചെയ്ത ഒരു ക്രിസ്ത്യൻ ചരിത്രകാരൻ, അമേരിക്കൻ ചരിത്രകാരൻ ഗവേഷണം നടത്തി, പഠനങ്ങൾ നടത്തി, ഈ ലോകം സ്വാധീനിച്ച വ്യക്തികളെ കുറിച്ച് അദ്ദേഹം ലിസ്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് പഠനം നടത്തിയിട്ട് അദ്ദേഹം ഒന്നാമതായി കൊണ്ട് പേരെഴുതി വെച്ചു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരുപക്ഷെ എന്റെ ചരിത്ര പഠനത്തിൽ ഒന്നാം സ്ഥാനം നൽകിയത് എന്തുകൊണ്ട് മുഹമ്മദിന് നൽകി എന്ന് വിമർശകർ ഒരുപക്ഷെ എന്നോട് ചോദിച്ചേക്കാം. എന്തേ മുഹമ്മദിന് നിന്റെ ചരിത്ര പുസ്തകത്തിൽ ലോകം സ്വാധീനിച്ച വ്യക്തികളിൽ ഒന്നാം സ്ഥാനം നീ നൽകി എന്ന് ചിലരെങ്കിലും എന്നോട് ചോദിച്ചേക്കാം. അതിനുള്ള മറുപടി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അതിനുള്ള മറുപടി, എന്റെ ചരിത്ര പഠനത്തിൽ സാമൂഹികപരമായും മതപരമായും സ്വഭാവപരമായും മുഹമ്മദിനെ കവച്ചു വെക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ എന്റെ പഠനത്തിൽ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം സവിസ്തരം സമർപ്പിച്ചു അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ. അതെ, നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നബിയെ പരിചയപ്പെടുത്തിയത്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും
ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും. ഓ മനുഷ്യരെ, നിങ്ങൾക്കിതാ നിങ്ങളുടെ അടുക്കൽ നിന്ന് തന്നെ ഒരു പ്രവാചകൻ വന്നിരിക്കുകയാണ്. മിൻ അൻഫുസികും, ഏതോ നാട്ടുകാരനല്ല, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആരോ അല്ല, നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ നാട്ടുകാരനായ ഒരാളിതാ നിങ്ങൾക്ക് പ്രവാചകനായിട്ട് വന്നിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്, അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് ബാധിക്കുന്ന പ്രയാസങ്ങളെ സഹിക്കാൻ കഴിയാത്ത പ്രവാചകൻ, നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ താങ്ങാൻ കഴിയാത്ത പ്രവാചകൻ. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ മേൽ അങ്ങേയറ്റം തൽപരനായ പ്രവാചകൻ. റഊഫും ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് ദയാലുവായ പ്രവാചകൻ. അല്ലാഹു വിശദീകരിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച്, നിങ്ങളോട് കരുണയുള്ള, നിങ്ങളോട് സ്നേഹമുള്ള, അത്യന്തം നിങ്ങളോട് താല്പര്യമുള്ള ഒരു പ്രവാചകൻ ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അല്ലാഹു പറഞ്ഞു, ലഖദ് കാന ലക്കും, നിങ്ങൾക്ക് തീർച്ചയായും ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല മാതൃകയുണ്ട് ഫീ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനിൽ, നിങ്ങളുടെ പ്രവാചകനിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നാവ് കൊണ്ട് മദ്ഹ് പറഞ്ഞു, നമ്മൾ നാവ് കൊണ്ട് പ്രസംഗിച്ചു, നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതായി. നമ്മൾ ഷഹാദത്ത് പറഞ്ഞ പ്രവാചകൻ, നമ്മൾ പറഞ്ഞു അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാനിതാ അല്ലാഹുവിന്റെ റസൂലായിട്ട് മുഹമ്മദിനെ അംഗീകരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഓരോരുത്തരും പറഞ്ഞു, അല്ലെ? ഓരോരുത്തരും പറഞ്ഞു, നമ്മൾ പ്രഖ്യാപിച്ചു. ആരോടും നമ്മൾ പറഞ്ഞു അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഐ ലവ് മുഹമ്മദ് എന്ന് നമ്മൾ എഴുതി വെച്ചു, ഫ്ലെക്സ് അടിച്ചു നമ്മൾ. പക്ഷേ നമ്മൾ പറഞ്ഞ ഷഹാദത്തിന്റെ അർത്ഥം നമുക്ക് தெரியாതെ പോയി. നമ്മൾ പ്രഖ്യാപിക്കുക അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്താണ്? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ഉറപ്പായിട്ടും എന്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ തറപ്പിച്ച് പറയുന്നു. അതാണ് ഷഹാദ. അഷ്ഹദു എന്താണ്? അന്ന മുഹമ്മദൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണെന്ന്. എന്താണ് ആ ഷഹാദത്തിന്റെ അർത്ഥം? നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ വെറുതെ പറഞ്ഞു നടന്നു. പണ്ഡിതന്മാർ പറഞ്ഞു ഷഹാദത്തിന്റെ അർത്ഥം, നമ്മൾ ഈ പറഞ്ഞ വാചകങ്ങളുടെ അർത്ഥം, ഒന്നാമത്തത്, ഒരാൾ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അവൻ പറയുന്ന ഒന്നാമത്തെ കാര്യം ത്വാഅതുഹു ഫീമാ അമറ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ച ഏതൊരു കാര്യത്തെയും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. ഒന്നാമത്തെ കാര്യം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമുണ്ടെന്ന് പറയുന്നവർ, ആ പ്രവാചകൻ അംഗീകരിച്ച മുഹമ്മദിന്റെ ആളാണ് ഞാൻ എന്ന് പറയുന്നവർ, അവർ പഠിച്ചിരിക്കേണ്ട ഷഹാദയുടെ അർത്ഥം ഒന്നാമത്തെ എന്താണ്? ത്വാഅതുഹു ഫീമാ അമറ, ആ പ്രവാചകൻ കൽപ്പിച്ച കാര്യത്തെ അനുസരിക്കുക. രണ്ടാമത്തേത് തസ്ദീഖുഹു ഫീമാ അഖ്ബറ, ആ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളെ, അറിയിച്ച കാര്യങ്ങളെ സത്യപ്പെടുത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ച കാര്യങ്ങളെ സത്യപ്പെടുത്തുക. മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ, അദൃശ്യമായ കാര്യങ്ങൾ, പല കാര്യത്തെയും അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയുണ്ട് എന്ന് പഠിപ്പിച്ചു. സത്യപ്പെടുത്തുക. തസ്ദീഖുഹു ഫീമാ അഖ്ബറ. മൂന്നാമത്തേത് വജ്തിനാബു മാ നഹാ അൻഹു വസജറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരോധിച്ച കാര്യങ്ങളെ വെടിയുക, ഒഴിവാക്കുക. വജ്തിനാബു മാ നഹാ അൻഹു വസജറ, ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങളെ ഒഴിവാക്കുക. നാലാമത്തേത് അല്ലാ യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഇബാദത്തുകൾ കൊണ്ടല്ലാതെ അല്ലാഹുവിനെ ആരാധിക്കാതിരിക്കുക.
അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച് കാണിച്ചു തന്നത് കൊണ്ട് മാത്രമാവുക. ഈ 4 നമ്മൾ പറഞ്ഞ ഷഹാദ. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നൊരാൾ പറയുന്നുണ്ട് എങ്കിൽ അയാൾ പ്രഖ്യാപിക്കുന്നത് ഈ 4 കാര്യങ്ങളാണ്. ആ പ്രവാചകൻ കൊണ്ടുവന്ന ഏതൊരു കാര്യവും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, എത്ര പേർ ഷഹാദ പൂർത്തിയാക്കിയിട്ടുണ്ട്? സത്യസന്ധമായിട്ട് പ്രഖ്യാപിച്ച പ്രഖ്യാപനം അത് സത്യസന്ധമാണെന്ന് എത്ര പേർക്ക് സ്വന്തം നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും? ആ പ്രവാചകനെ അനുസരിക്കുക, ആ പ്രവാചകൻ കൊണ്ടുവന്ന കാര്യങ്ങളെ അനുസരിക്കുക, അതിന് ഞാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച നമ്മൾ എത്ര കണ്ട് ആ പ്രവാചകന്റെ കൽപ്പനകളെ അനുസരിക്കാൻ തയ്യാറായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ? ഷഹാദത്തിന്റെ 1-ാമത്തെ ഘട്ടം പൊളിയുകയാണ്. 2-ാമത്തേത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന് പഠിപ്പിച്ച കാര്യങ്ങളെ സത്യപ്പെടുത്തുക. അത് മാത്രമാണ് സത്യം. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആദർശം അത് മാത്രമാണ് സത്യം. അതല്ലാത്തത് സത്യമല്ല, അസത്യമാണ്. അത് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ നമുക്ക് പറ്റണം. അല്ലാഹുവിന്റെ റസൂല് കൊണ്ടുവരാത്ത മതം, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത ആശയം, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത ആഘോഷം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാത്ത ആദർശവും അനുഷ്ഠാനവും ആചാരങ്ങളും അത് അസത്യമാണ്. അത് സത്യമല്ലാന്ന് അംഗീകരിക്കണം. ചിലർക്ക് എല്ലാം നല്ലതായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതെല്ലാം സത്യമാണ്, അതോടൊപ്പം മറ്റു പലരും കാണിക്കുന്നതും സത്യം തന്നെ, അതും ശരി തന്നെ, അതും നല്ലത് തന്നെ. മറ്റ് മതത്തിന്റെ ആഘോഷമായാലും ശരി, മറ്റു മതങ്ങളുടെ ആചാരമായാലും ശരി, മറ്റു മതത്തിന്റെ അനുഷ്ഠാനമായാലും ശരി, അതെല്ലാം നല്ലതെന്നെ. നമ്മൾ എന്തിന് അതിനെതിരെ പറയണം? അല്ലെങ്കിൽ അതിനെ വിഷ് ചെയ്യുന്നത് കൊണ്ട് അതിനെ ഹാപ്പി എന്ന് പറഞ്ഞ് വിഷ് ചെയ്യുന്നത് എന്ത് തെറ്റ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന സത്യമതത്തെ, ആശയത്തെ അത് കള്ളമാക്കലാണ്. കാരണം സത്യമൊന്നേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അത് സത്യമാണെങ്കിൽ മറ്റത് സർവ്വതും അസത്യമാണ്. ആരെ പേടിക്കണം ഇത് പറയാ? ആരെ പേടിക്കണം? ആരെയും കുറ്റം പറയുന്നില്ല. ഒരു കാര്യം സത്യമാണെന്ന് പറയാൻ, ഒരു കാര്യം അത് മാത്രമാണെന്ന് ശരിയെന്ന് പറയാൻ നമുക്കെന്തിനാണ് പേടി? ആരെയും നമ്മൾ ചീത്ത വിളിക്കാൻ പോണ്ട, ആരെയും നമ്മൾ തെറി വിളിക്കാൻ പോണ്ട, ആരെയും നമ്മൾ പരിഹസിക്കാൻ പോണ്ട. നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാര്യം മാത്രമാണ് സത്യമെന്നും അത് മാത്രമാണ് ശരിയെന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ അവകാശമുണ്ട് നമുക്ക്. അത് പറയാൻ പ്രിയപ്പെട്ടവരെ ചിലർ മടിക്കുന്നു. മനസ്സിന്റെ ഉള്ളിൽ അംഗീകരിക്കാനും ചിലർ മടിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങളെ സത്യപ്പെടുത്തുക. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന കാര്യത്തെക്കാൾ, പഠിപ്പിച്ച കാര്യത്തെക്കാൾ നല്ല കാര്യങ്ങൾ മറ്റാരോ അല്ലെങ്കിൽ മറ്റു ചിലർ പഠിപ്പിച്ചതാണ് എന്നാരെങ്കിലും വിശ്വസിച്ചാൽ ഫഖദ് കഫറ, അവൻ കാഫിറ, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. പിന്നെ അഡ്രസ്സിൽ മുസ്ലിം അല്ലാതെ അവൻ ഇസ്ലാമിലില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങളെ അതിനേക്കാൾ നല്ലത്, അതിനേക്കാൾ നല്ല രീതി, അതിനേക്കാൾ നല്ല വസ്ത്രധാരണ, മുഹമ്മദ് നബി പഠിപ്പിച്ചതിനേക്കാൾ നല്ല രീതിശാസ്ത്രം, നല്ല ജീവിത ശൈലി, അത് ഇന്ന ആള് പറഞ്ഞതാണ് ഒന്നുകൂടി മെച്ചമെന്ന് ആരെങ്കിലും മനസ്സിൽ ചിന്തിച്ചാൽ ഫഖദ് കഫറ, അവൻ കാഫിറ. മൂന്നാമത്തേത് അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ച ഒഴിവാക്കിയ കാര്യങ്ങളെ ഒഴിവാക്കുക. അങ്ങനെ നമ്മൾ പറഞ്ഞ ഷഹാദത്തിന്റെ അർത്ഥാണിത്. നമ്മൾ പ്രഖ്യാപിച്ച പ്രഖ്യാപനം അല്ലെ, നമ്മള് സത്യപ്രതിജ്ഞ ചെയ്താൽ അതിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ മന്ത്രി ചെയ്താൽ നമ്മൾ എന്താ ചെയ്യാ? റോഡിൽ ഇറങ്ങൂലേ? സത്യപ്രതിജ്ഞ ചെയ്തിട്ട് മന്ത്രി അതിനെതിരെ എന്തെങ്കിലും ചെയ്താൽ, അല്ലെങ്കിൽ MLA അതിനെതിരെ എന്തെങ്കിലും ചെയ്താൽ, സത്യപ്രതിജ്ഞ എടുത്തിട്ട് നിങ്ങൾ പറഞ്ഞത് ഇതല്ലേ എന്ന് ചോദിച്ചിട്ട് തെരുവിലിറങ്ങുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്തവരാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിച്ചോളാമെന്ന്, ആ പ്രവാചകൻ നിരോധിച്ച കാര്യങ്ങളെ വെടിഞ്ഞോളാമെന്ന്,
ആ പ്രവാചകൻ വിലക്കിയ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യൂല എന്ന് പ്രതിജ്ഞ എടുത്തവരാണ് നാം, അല്ലെ? നമ്മുടെ കല്യാണ പന്തലിൽ ആ പ്രവാചകന്റെ ആ പ്രതിജ്ഞയെ ചവറ്റുകൊട്ടയിൽ അടിച്ചെറിഞ്ഞു നാം, അല്ലെ? മുസ്ലിമിന്റെ കല്യാണ വീട്, ആണും പെണ്ണും കൂടെ നിന്ന് കൂത്താടുന്ന കല്യാണം, ആണും പെണ്ണും ഒരുമിച്ച് ഡാൻസ് കളിക്കുന്ന കല്യാണം, മ്യൂസിക്കും പാട്ടുമിട്ട് പന്തലും കെട്ട് ലൈറ്റും കത്തിച്ച് പ്രിയപ്പെട്ടവരെ ആ ഹബീബിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പാണ് ഇന്ന് മുസ്ലിം, അല്ലെ? ഏത് മുസ്ലിം? ഏത് മുസ്ലിം? ഇസ്ലാമിന് അറിയാത്ത മുസ്ലിമോ? ഇസ്ലാമിന് പരിചയമില്ലാത്ത മുസ്ലിം അല്ല. മുസ്ലിം അഡ്രസ്സിൽ സമൂഹത്തിൽ ജീവിക്കുന്ന മുസ്ലിം, മുസ്ലിം അഡ്രസ്സിൽ നാട്ടുകാർക്കിടയിൽ വിലസുന്ന മുസ്ലിം, നാട്ടുകാർക്കിടയിൽ പണത്തിന്റെയും പത്താസിന്റെയും പേരിൽ വെള്ളയിട്ട് ഞാൻ മുസ്ലിമാണെന്ന് അഭിമാനം പറയുന്നവൻ, അവന്റെ വീട്ടിലെ കല്യാണത്തിന് ആണും പെണ്ണും കൂത്താടുകയാണ്, മ്യൂസിക് പാട്ടുവിട്ടിട്ട് ആടുക. എന്നിട്ട് ഉളുപ്പില്ലാതെ അത് സ്റ്റാറ്റസ് വെക്കുന്ന, ഉളുപ്പില്ലാതെ അത് പോസ്റ്റ് ചെയ്യുന്ന, അത് സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്ന ഉളുപ്പില്ലാത്ത മുസ്ലിമിന്റെ കാലഘട്ടമാണിത്. എവിടെ ഷഹാദ? എന്ത് ഷഹാദ? നിങ്ങൾക്ക് എന്ത് ഐലോ മുഹമ്മദ്, എന്ത് ഐലോ മുഹമ്മദ്? പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ പ്രവാചകനെ തുപ്പുകയില്ല മുഖത്തേക്ക്, ആ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കാർക്കിച്ചു തുപ്പുന്ന മുസ്ലിം, ആ പ്രവാചകന്റെ സുന്നത്തിലേക്ക്. എന്നിട്ട് പറയാണ്, ആരെങ്കിലും മുഹമ്മദിനെ ചീത്ത പറഞ്ഞ, അല്ലെങ്കിൽ മുഹമ്മദ് നബിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ, പോസ്റ്റർ അടിക്കാൻ ആള്, നോട്ടീസ് ഇറക്കാൻ ആള്, അതിനെതിരെ സംസാരിക്കാൻ ആള്. നമ്മുടെ ജീവിതം അതിനേക്കാൾ വലിയ രൂപത്തിൽ ആ ഹബീബിനെ പരിഹസിക്കുന്നു നാം മുസ്ലിമീങ്ങൾ, അതിനേക്കാൾ വലിയ രൂപത്തിൽ ആ ഹബീബിനെ കളിയാക്കുന്നു നാം മുസ്ലിമീങ്ങൾ. എന്നിട്ട് പറയാ, എനിക്ക് മുഹമ്മദ് നബി ഇഷ്ടമാണ്, ഞാൻ മുഹമ്മദിന്റെ ആളാണ്. എവിടെ? എവിടെ? നിങ്ങളുടെ വീട്ടിലെ കല്യാണം ആലോചിക്കുന്നു, വീക്ഷിക്കും. ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് വീട്ടിന്റെ ഉള്ളിലേക്ക്, വീട്ടിന്റെ ഉള്ളിലുള്ള പെണ്ണിന്റെ സർവ്വതും ഒപ്പിയടിക്കുന്ന ക്യാമറമാർക്ക് പൈസ കൊടുത്തവനാരാ? ആ വീട്ടിലെ ആ കുടുംബത്തിന്റെ കുടുംബനാഥൻ, ആ വീട്ടിലെ കുടുംബനാഥൻ. അവൻ അധ്വാനിച്ചുണ്ടായ പൈസ ക്യാമറമാന് കൊടുത്തു. എന്തിനാണെന്നറിയോ? ആ വീട്ടിലേക്ക് കയറി വരുന്ന സർവ്വ മുസ്ലിം പെണ്ണിന്റെയും സർവ്വതും ഒപ്പിയെടുക്കാൻ അവൻ പൈസ കൊടുത്തു. ആ പൈസയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ആ കൊടുത്ത പൈസയെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം എന്താ, പ്രിയപ്പെട്ടവരെ? എന്നിട്ട് ആ കല്യാണത്തിന് വിളിച്ചതിന്റെ പേരിൽ, ആ കല്യാണത്തിൽ നടക്കുന്ന തോന്നിവാസത്തിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ ദീനീ ബോധമുള്ള മുസ്ലിമിനെ കളിയാക്കുക, ദീനീ ബോധമുള്ള മുസ്ലിമിന്റെ കുടുംബ ബന്ധത്തെ ചോദ്യം ചെയ്യുക. ആര്? ഈ കോപ്രായം കാണിക്കുന്ന തോന്നിവാസി, അല്ലെ? ആ പ്രിയപ്പെട്ടവരെ, പിന്നെ എങ്ങനെ പറയണം? എന്നിട്ടോ ദീനനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമിന്റെ കുടുംബ ബന്ധത്തെ ചോദ്യം ചെയ്യാ. നിനക്ക് കുടുംബ ബന്ധമുണ്ടോ? അങ്ങനെ നിനക്ക് സുഹൃത്ത് ബന്ധമുണ്ടോ? വിളിച്ച കല്യാണത്തിന് വരാത്തതിന്റെ പേരിൽ അവിടെ നടന്ന തോന്നിവാസത്തെ കുറിച്ച് ബോധമില്ല അവന്. അവൻ കാട്ടിക്കൂട്ടിയ തോന്നിവാസവും പേകൂത്തുകളെ കുറിച്ചും ബോധമില്ലാത്തവൻ. എന്നിട്ട് അവൻ ബാക്കിയുള്ളവന്റെ ദീനളക്കുക. ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, മറ്റ് മതസ്ഥരെ ലജ്ജിപ്പിക്കുന്ന രൂപത്തിൽ, മുസ്ലിമിന്റെ കല്യാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇച്ചിരിയെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ, കൂറുണ്ടെങ്കിൽ, ദീനിനോട് കൂറുണ്ടെങ്കിൽ മാന്യമായിട്ട് കല്യാണം നടത്തുമായിരുന്നു മുസ്ലിം. പൈസ ഉള്ളോണ്ടാണോ ചെയ്യുന്നത്? എന്തിനൊക്കെ പൈസ ചെലവാക്കാനുണ്ട്. പള്ളിക്ക് പൈസ വെച്ച് വന്നാ പള്ളിയുടെ ആവശ്യം നടത്തണമെന്ന് പറഞ്ഞാ ഇല്ല, ടൈറ്റാണ്. അങ്ങനെ മദ്രസന്റെ ആവശ്യത്തിന് എന്തെങ്കിലും പിരിവ് പള്ളിക്കാരെ ചോദിച്ചാ ഇല്ല, ബിസിനസ് കുറച്ച് ഡള്ളാണ്. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്, അടുത്ത ആഴ്ച മോളെ കല്യാണ. ലക്ഷങ്ങൾ കോടികൾ ചെലവഴിക്കുന്നു ഒരാഴ്ചത്തേക്ക് വേണ്ടി. എന്തിന്? ഹലാലായിട്ടോ? ഹറാമിന് വേണ്ടി മാത്രം, ഹറാമിന് വേണ്ടി മാത്രം കോടികൾ ചെലവഴിക്കുന്ന മുസ്ലിം പള്ളിക്ക് വേണ്ടിയിട്ട് 10,000 കൊടുക്കാൻ അവന്റെ കയ്യിൽ ഇല്ലാതെ പോകുന്നു. മദ്രസയ്ക്ക് വേണ്ടിയിട്ട് 1,000 കൊടുക്കാൻ, വരിസംഖ്യ കൊടുക്കാൻ അവനില്ലാതെ പോകുന്നു. വരിസംഖ്യ ചേർക്കാൻ പള്ളിക്കാര് ഇവിടുത്തെ പോകും. മാസത്തിൽ 1,000 റുപ്യ പള്ളിക്ക് ഇല്ല. അതേ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആലോചിക്കണം നാം. കേവലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരും പറഞ്ഞ് നമ്മൾ നടന്നുകൊണ്ട് കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. മാറണം, നമ്മൾ മാറണം, ഞാൻ മാറണം. അപ്പൊ നമ്മുടെ കുടുംബം മാറും, ഞാൻ മാറിയാൽ നമ്മുടെ ഭാര്യ മാറും,
നമ്മുടെ മക്കള് മാറും. നമ്മൾ പഠിപ്പിക്കാം മക്കളെ എങ്ങനെ കല്യാണം കഴിക്കണമെന്ന് മക്കളെ പഠിപ്പിക്കാം, നമ്മൾ പഠിപ്പിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീനിന്റെ വിഷയത്തിൽ ഇച്ചിരി ശൗര്യം കാണിക്കണം, ഗീറത്ത് കാണിക്കണം. ഗീറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുടുംബത്തിലുള്ള കുടുംബനാഥന്റെ ഗീറത്ത്, ശൗര്യം, അത് അള്ളാഹു കണ്ടിട്ട് അള്ളാഹു ചിരിക്കുമത്രേ, ഇഷ്ടം കൊണ്ട്. ഭാര്യയെയും മക്കളെയും കുടുംബത്തെയും നിലക്ക് നിർത്തുന്ന കുടുംബനാഥനെ കണ്ടിട്ട് അള്ളാഹു സന്തോഷിക്കുന്നത്രേ. അവരെ ദീൻ പഠിപ്പിക്കുന്ന കുടുംബനാഥനെ കണ്ടിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളെ ശൗര്യം പഠിപ്പിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകപ്പുറത്ത് പോവാ. ആ സമയത്താണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അനുജത്തി അസ്മാ റളിയല്ലാഹു അൻഹ നടന്നു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ സഹോദരി. അല്ലാഹു റസൂൽ പറഞ്ഞു, അസ്മാ നീ ഒട്ടകത്തിൽ കയറിക്കോ, ഞാൻ നടന്നോളാം. അസ്മാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ, എന്റെ ഭർത്താവിന് ഒരു പക്ഷെ അത് ഇഷ്ടപ്പെടൂല, അതുകൊണ്ട് താങ്കൾ പോയിക്കോ. ആരോടാ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അസ്മാ റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്റെ ഭർത്താവിന് ഇഷ്ടം. അല്ലാഹു റസൂൽ എന്റെ വാഹനത്തിൽ അസ്മാ റളിയല്ലാഹു അൻഹ കയറിയ അസ്മാ റളിയല്ലാഹുവിന്റെ ഭർത്താവ് എന്താ ചെയ്യാ? എന്തൊക്കെ ചെയ്യോ? നിങ്ങൾ പറയോ? അസ്മാ റളിയല്ലാഹു അൻഹുവിന് എന്തെങ്കിലും പറഞ്ഞാലായി. നീ എന്തേ അല്ലാഹു റസൂൽ അങ്ങനെ പറഞ്ഞിട്ട് കയറാതിരുന്നത്? പക്ഷേ സഹാബാക്കളിൽ ശൗര്യമുണ്ടായിരുന്നു, ഗീറത്തുണ്ടായിരുന്നു. ഭാര്യമാരോട് എങ്ങനെയെന്ന്, കുടുംബക്കാരോട് എങ്ങനെയെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണം, നമ്മൾ ചെലവഴിക്കുന്ന പൈസയിൽ കുടുംബം എന്ത് ചെയ്യുന്നു എന്നുള്ള ബോധം നമുക്ക് വേണം. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ അങ്ങനെയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ അങ്ങനെയാണ്. നാവ് കൊണ്ട് നാം പറയുന്ന സ്നേഹത്തിന്റെ സത്യസന്ധത നമ്മുടെ വീട്ടിൽ കാണും, നമ്മുടെ കുടുംബത്തിൽ കാണും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് നസീബാക്കട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ وعلى آله وأصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനമുള്ള വിശ്വാസികളെ, രണ്ടാമതും അള്ളാഹുവിന്റെ കൽപ്പന നിരോധനങ്ങൾ ജീവിതത്തിൽ പാലിക്കണമേ എന്നും അനുസരിക്കണമേ എന്നും എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉത്തമമായ മാതൃകയായിട്ടാണ് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ഉത്തമമായ മാതൃക, നമ്മുടെ ജീവിതത്തിന്റെ മാതൃക അല്ലാഹുവിന്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളെയും അല്ലാഹുവിന്റെ റസൂലിന്റെ ചിട്ടവട്ടങ്ങളെ പഠിപ്പിച്ചു, അതവര് പഠിച്ചു. ആ സഹാബാക്കൾ മക്കളെ അത് പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല കാലഘട്ടം അതെന്റെ കാലഘട്ടമാണ്, എന്റെ കാലഘട്ടമാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് എനിക്ക് ശേഷമുള്ള കാലഘട്ടം അത് സഹാബാക്കളുടെ കാലഘട്ടം, സഹാബാക്കളുടെയും സഹാബാക്കളുടെ മക്കളുടെയും കാലഘട്ടം. സുമ്മല്ലദീന യലൂനഹും, താബിഈങ്ങളുടെ താബിഈകളുടെയും കാലഘട്ടം, ഏറ്റവും നല്ല കാലഘട്ടം. അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട് പഠിച്ച് ജീവിച്ച സഹാബാക്കളുടെ കാലഘട്ടം, ഏറ്റവും നല്ല കാലഘട്ടം. അവർ അത് പഠിച്ചു, അത് ആർജിച്ചെടുത്തു. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഉസൂലുൽ സലാസ എന്ന ഗ്രന്ഥത്തിൽ 3 അടിസ്ഥാന കാര്യങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം നിർബന്ധമായിട്ടും ഒരു മുസ്ലിം പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട അറിവുകളെ കുറിച്ച് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. നിർബന്ധമായും ഒരു മുസ്ലിം പഠിച്ചിരിക്കേണ്ട അറിവുകൾ, അതിൽ ഒന്നാമതായി അദ്ദേഹം പറഞ്ഞു മഅരിഫത്തുൽ അബ്ദി റബ്ബഹ്, ഒരു അടിമ ഉടമയായ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം. രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞു
മഅരിഫത്തു ദീനിൽ ഇസ്ലാം ബിൽ അദില്ല, തെളിവടിസ്ഥാനത്തിൽ പരിശുദ്ധമായ ദീനിനെ പഠിക്കണം. നിർബന്ധമായിട്ടും അനിവാര്യമായിട്ടും ഓരോരുത്തരും പഠിച്ചിരിക്കേണ്ട രണ്ടാമത്തെ അറിവ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ തെളിവടിസ്ഥാനത്തിൽ പഠിക്കണം. എന്തെങ്കിലും കേൾക്കുന്നതും കാണുന്നതൊക്കെ പഠിച്ചു കൂട്ടിട്ട് ഇതൊക്കെ ദീനാണെന്ന് ധരിക്കലല്ല. ബിൽ അതില്ല, തെളിവ് വേണം. ഏതൊരു കാര്യത്തെയും തെളിവടിസ്ഥാനത്തിൽ പഠിക്കണം. മൂന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞു മഅരിഫത്തു നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കണം. ആ പ്രവാചകനെ കുറിച്ച് പഠിക്കൽ ഷഹാദത്തിന്റെ ഭാഗമാണ്. നമ്മൾ പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തിന്റെ ഭാഗമാണ്. ആ പ്രവാചകന്റെ ജീവിതം പഠിക്കണം, ജീവിതം പഠിക്കണം, ചരിത്രം പഠിക്കണം, ആ നാൾ വഴികൾ പഠിക്കണം. ഗ്രന്ഥങ്ങളിൽ നമുക്ക് ലഭ്യമാണ്. പഠിക്കാനൊരുങ്ങിയാൽ, അറിയാനൊരുങ്ങിയാൽ, അറിയാനും പഠിക്കാനും വായിക്കാനും ഒരുങ്ങിയാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ അവസരങ്ങളും സൗകര്യങ്ങളും ഒരുപാടാണ്. നമ്മൾ പഠിക്കണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ കുറിച്ച്. അപ്പോഴാണ് യഥാർത്ഥമായ ഇസ്ലാം എന്താണെന്ന് നമുക്ക് മുമ്പിൽ തെളിഞ്ഞു വരിക. നമുക്ക് ചുറ്റും കാണുന്ന വിദഅത്തുകളും ശിർക്കുകളും, നമുക്ക് ചുറ്റും കാണുന്ന കോപ്രായത്തരങ്ങളും ഇതൊന്നുമല്ലല്ലോ മുഹമ്മദിന്റെ ജീവിതം എന്ന് നമുക്ക് ബോധ്യപ്പെടുക. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതല്ലല്ലോ തൗഹീദ്, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഏകദൈവ വിശ്വാസം ഇതല്ലല്ലോ നമ്മുടെ നാട്ടിൽ കാണുന്ന ജാറ സംസ്കാരം. അത് മുഹമ്മദ് നബിയുടെ ചരിത്രം വായിച്ച എനിക്ക് എവിടെയും കണ്ടില്ലല്ലോ എന്ന് ബോധ്യപ്പെടും. എപ്പോ? അല്ലാഹുവിന്റെ റസൂലിനെ പഠിച്ചാൽ. ഈ കാണുന്ന ജാറ സംസ്കാരം, ഈ കാണുന്ന വിളക്ക് കത്തിക്കലും, ഈ കാണുന്ന വെള്ളയിട്ട് മൂടലും പച്ച മൂടലും, ഈ കാണുന്ന പൂക്കൾ കൊണ്ട് ജാറത്തെ കബറിടങ്ങളെ മഖബറകളെ പൂക്കൾ കൊണ്ട് വിതറലും, ഇതൊന്നും ഇസ്ലാമിൽ എവിടെയും ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ബോധ്യപ്പെടും. മുസ്ലിമെ, നമുക്ക് ബോധ്യപ്പെടും എവിടെ നിന്നാണ് ഇവർക്ക് ഈ ഇസ്ലാമിനെ കിട്ടിയത് എന്ന് ഓരോരുത്തർക്കും സ്വന്തമായി ബോധ്യപ്പെടും അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം പഠിച്ചാൽ. ആ പ്രവാചകന്റെ ലക്ഷക്കണക്കിന് സഹാബാക്കളുടെ ജീവിതം പഠിച്ചാൽ എവിടെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാർ ഏതെങ്കിലും ഒരു ഖബറിനെ കെട്ടിപ്പൊക്കി അതിന്റെ ചുറ്റും വിളക്ക് വെച്ച്, അതിന്റെ ചുറ്റും പച്ച മൂടി, അതിന്റെ ചുറ്റും പൂക്കൾ കൊണ്ടുവന്ന് വിതറി, അതിന്റെ ചുറ്റും വട്ടത്തിലിരുന്ന് ഖുർആൻ ഓതുന്ന രംഗം ഈ സഹാബാക്കളുടെ ലക്ഷക്കണക്കിന് വരുന്ന സഹാബാക്കളുടെ, ആ സഹാബാക്കളെ പഠിച്ച താബിഈങ്ങളുടെ, അവരെ പഠിച്ച തബിഈ താബിഈങ്ങളുടെ ജീവിതം മുഴുവനും വായിച്ചിട്ടും എനിക്കൊരു വരിയിൽ പോലും ഈ കാണുന്ന ജാറ സംസ്കാരം കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ബോധ്യപ്പെടും. ആ പ്രവാചകനെ പഠിച്ചാൽ, ആ പ്രവാചകനെ വായിച്ചാൽ ബോധ്യപ്പെടും. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്തതാണല്ലോ ഈ കാണുന്ന വിദഅത്തുകൾ, ഈ കാണുന്ന ദിക്ർ ഹൽക്കകൾ, ഈ കാണുന്ന പേക്കൂത്തുകൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ മദീന പള്ളി, ആ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന് ശേഷവും ആ ഹബീബിനെ സ്നേഹിച്ച സഹാബാക്കൾ ഒരുമിച്ചുകൂടി ആ മദീന പള്ളി അന്നുമുണ്ട് ഇന്നുമുണ്ട്. ആ പ്രവാചകന്റെ ചരിത്രം വായിച്ച പഠിച്ച എനിക്കെവിടെയും ആ പള്ളിയിൽ ഇശാ മഗ്രിബിനിടയിൽ വട്ടത്തിലിരുന്നു കൊണ്ട് ആ സഹാബാക്കൾ ഒരു ദിക്ർ ഹൽഖ നടത്തിയതായിട്ട് ഞാൻ വായിച്ചില്ലല്ലോ. എന്തുപറ്റി ചരിത്രത്തിന് എന്ന് നാം ചരിത്രത്തെ ചോദ്യം ചെയ്യേണ്ടി വരും. നമുക്ക് ചോദ്യം ചെയ്യേണ്ടി. കാരണം അല്ലാഹുവിന്റെ റസൂലിനെ പഠിച്ചവർ ഇന്ന് നമുക്ക് ചുറ്റും പള്ളികളിൽ കാണുന്ന ഹദ്ദാദുകൾ കാണൂല. സ്റ്റേജ് കെട്ടിയിട്ട് വാളുകൊണ്ട് ശരീരം മുറിച്ച് രക്തമൊലിപ്പിക്കുന്ന ഒരു പൈശാചിക രീതി ആ പ്രവാചകന്റെ ജീവിതത്തിലോ അനുചരന്മാരുടെ ജീവിതത്തിലോ കാണൂല. നമുക്ക് പ്രിയപ്പെട്ടവരെ ബോധ്യപ്പെടും ഇതെന്ത് ഇസ്ലാം, ബോധ്യപ്പെടും. വാളുകൊണ്ട് ശരീരം മുറിച്ച് ശൈത്താനിയത്താകുന്ന രൂപത്തിൽ കോപ്രായം കാണിക്കുന്നവർ, പള്ളിന്റെ ഉള്ളിൽ കൈയും കോർത്ത് നിന്ന് വട്ടത്ത് നിന്ന് ഡാൻസ് കളിക്കുന്ന പൗരോഹിത്യത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലുള്ളവർ പഠിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തെ ബോധ്യപ്പെടും. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളുടെ മദീന പള്ളിയിൽ എപ്പോഴാണ് അവരത് ചെയ്തത്? ചരിത്രത്തിന്റെ ഓരോ വരികളെയും കീറി മുറിച്ച് നാം പഠിച്ചാലും ശരി, ഈ കാണുന്ന ജൂദായിസം കാണില്ല പ്രിയപ്പെട്ടവരെ. ഈ കാണുന്ന ഷിയായിസം കാണില്ല. ഈ കാണുന്ന കോപ്രായിസം കാണില്ല. ഇല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിനെ ബോധ്യപ്പെടും. ഇസ്ലാമിൽ ഖബറിന്റെ സ്ഥാനം എന്താണെന്നും ഖബർ എന്താണെന്നും ബോധ്യപ്പെടും മുഹമ്മദ് നബിയെ പഠിച്ചാൽ, മുഹമ്മദ് നബിയുടെ സഹാബാക്കളെ പഠിച്ചാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല
കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. ഒരുപാട് പഠിക്കാനും അറിയാനും അമൽ ചെയ്യാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പഠിച്ച കാര്യങ്ങൾ ആർജവത്വത്തോടുകൂടി പറയാൻ, ഭൗതികമായ കാര്യങ്ങൾ നേടാൻ ഏതുപോലെ റോട്ടിലിറങ്ങുന്നു അതിനേക്കാൾ ആർജവത്വത്തോടുകൂടി പ്രിയപ്പെട്ടവരെ ദീനിന് വേണ്ടി രംഗത്തിറങ്ങി നാം തയ്യാറാവണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.